ഹലോ എവരി വൺ. ഇന്ന് 23 നവംബറാണ്. അപ്പം നാളെ എൻ്റെ മദർ ഇൻ ലോ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ 70th ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളൊരു സർപ്രൈസായിട്ട് വെച്ചേക്കും. അമ്മയ്ക്കറിയില്ല. അപ്പം ഹസ്ബൻഡും സിസ്റ്ററൂടെ ഞാനും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതാണിത്. അപ്പോൾ 23 ഞങ്ങൾ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്നൊരു റിസോർട്ടിൽ എല്ലാവരും കൂടെ ചേർന്ന് ആഘോഷിക്കാനാണ്. അപ്പം ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് വേൾഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞ റിസോർട്ടാണ്. ഇത് ആലപ്പുഴയിലാണ്. നല്ലൊരു റിസോർട്ടാണ്. ഞങ്ങൾ ഒരു ദിവസം ഞാനും ഹസ്ബൻഡും കുട്ടികളും ഒരു ദിവസം സ്റ്റേ ചെയ്തു. ഹസ്ബൻഡ് സിസ്റ്ററും അമ്മയെല്ലാം അങ്ങോട്ട് പോയി. അമ്മയ്ക്ക് കാരണം ഇത് സർപ്രൈസായിട്ട് ഈ റിസോർട്ട് കാണിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ 23 സ്റ്റേ ചെയ്തിട്ട് ആ ചേച്ചിയും അമ്മയെല്ലാം പിറ്റേ ദിവസം 24 സെലിബ്രേറ്റ് ചെയ്യേണ്ട ഡേ ഇങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ച് ഞങ്ങളൊരു ബോട്ടിങ്ങും പിന്നെ കേക്ക് കട്ടിങ്ങും എല്ലാം അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേൾഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ റിസോർട്ടിൽ ഞങ്ങളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വില്ല, ഒരു കോട്ടേജായിരുന്നു എടുത്തത്. അപ്പം നല്ല ഗ്രീനറിയും നല്ല നീറ്റും നല്ലൊരു എൻവയോൺമെൻറ്റുമായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ റൂംസും ഫില്ലായിരുന്നു അവിടെ. ഞാനവിടെ കണ്ടതെന്ന് വെച്ചാൽ കൂടുതലും മലയാളികൾക്ക് പകരം കൂടുതലും നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും ആയിരുന്നു അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ റിസപ്ഷനിൽ ചെന്ന് ഞങ്ങളുടെ റൂമെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ ആദ്യം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. റൂമിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കോട്ടേജും ഉണ്ട്, അല്ലാതെ റിവർ സൈഡ് വ്യൂ ഉള്ള സ്യൂട്ട് റൂംസും അങ്ങനെ എല്ലാ റൂംസും ഉണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു 7Kയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 7,000 റുപ്പീസിലാണ്. അത് ഡിപ്പെൻസ് ആണ്. ഡിസംബർ ജാനുവരി ഒക്കെ ടൈമൊക്കെ ആകുമ്പോൾ റേറ്റ് കൂടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നല്ല ഗ്രീനറി എന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ്. അതായത് ട്രീസ് ആയാലും ആല്, പിന്നെ മാവ്, പ്ലാവ് അങ്ങനത്തെയൊക്കെയുള്ള അതായത് മോഡേണായിട്ടുള്ള ചെടികളൊന്നും ഞാൻ അവിടെ കണ്ടില്ല. എല്ലാം നമ്മുടെ നാച്ചുറലായിട്ടുള്ള കേരളയിൽ കാണുന്നൊക്കെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ കാണുന്ന ചെടികളും മാവ്, പ്ലാവ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഞാനവിടെ കണ്ടത്. പിന്നെ ആലുണ്ടായിരുന്നു, പേരാല്. അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ മാവും തയ്യും ഒക്കെ ഉണ്ടായിരുന്നു, പൂത്തൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളിത് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കുള്ള കോട്ടേജ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളുള്ള ഒരെണ്ണമാണ് എടുത്തത്. അപ്പോൾ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളുണ്ട്. അവിടെ ഇൻ്റർ കണക്റ്റഡ് റൂംസ് ഇല്ല. അതൊരു പോരായ്കയായിട്ട് തോന്നി. അപ്പം ഗേൾസ് നമുക്ക് പെൺകുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇൻ്റർ കണക്റ്റഡ് റൂംസ് ഉണ്ടെങ്കിൽ അതൊരു സൗകര്യമാണ്. അപ്പം ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഇവരെന്ത് ചോദിച്ചാൽ നമുക്കിത് ഈ കോട്ടേജിൽ നമുക്ക് നല്ലൊരു കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു എക്സ്ട്രാ ബെഡ് ഇട്ട്, അപ്പം നമുക്കത് കുട്ടികൾക്കതൊരു റൂമായിട്ട് വേണേൽ യൂസ് ചെയ്യാമായിരുന്നു. അപ്പം ഇതാണ് എക്സ്ട്രാ ബെഡ് ഇട്ടത്. അപ്പോൾ അങ്ങനെ കയറി ചെല്ലുന്ന ഒരു ഡ്രോയിങ് റൂം പോലെയാണ്. പിന്നെ അതിനകത്തോട്ട് നമുക്ക് നമ്മുടെയൊക്കെ ഒരു ബെഡ്റൂമുണ്ട്. അവിടുന്ന് കണക്ട് ചെയ്തൊരു ഡ്രസ്സിങ് ഏരിയയും, പിന്നെ അവിടുന്ന് പുറത്തോട്ട് പ്രൈവറ്റായിട്ടുള്ള നമ്മൾ ചുറ്റും മതിലൊക്കെ ഉള്ളൊരു സ്വിമ്മിംഗ് പൂള്, ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് സൗകര്യം ഉണ്ടായിരുന്നത്. എല്ലാം നല്ല വെൽ ക്ലീൻഡാണ് ആയിരുന്നു നമ്മൾ ചെന്നപ്പം. കുട്ടികൾക്കായാലും വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു. ബാത്റൂം ആണെങ്കിലും നല്ല വെൽ ക്ലീൻഡായിരുന്നു. എല്ലാ സൗകര്യവും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷാമ്പൂ, ക്രീം, മോയ്സ്ചറൈസർ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സിങ് ഏരിയയിൽ ഇങ്ങനെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നമ്മുടെ വെറ്റ് ക്ലോത്സോ അല്ലെങ്കിൽ യൂസ് ചെയ്ത ക്ലോത്സൊക്കെ ഒന്ന് വിരിക്കാനും നമ്മുടെ ലഗേജസൊക്കെ ഒന്ന് വെക്കാനും ഒക്കെ ആയിട്ട് ഈ ഡോറ് തുറന്നു കഴിയുമ്പോഴാണ് നമുക്ക് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളിലോട്ട് ഉള്ളത്. നല്ല സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരുന്നു. ഞാനും ഹസ്ബൻഡും പ്രത്യേകം നോക്കുന്നത് പെൺകുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് സേഫ് ആൻഡ് സെക്യൂർഡ് ആണോ എന്നുള്ളത് ഞങ്ങൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങളിത് ഫുൾ ചെക്ക് ചെയ്ത് നല്ല സേഫ് ആൻഡ് സെക്യൂർഡ്, കാരണം ഫുൾ മതിലും പിന്നെ വേറെ ഒരു ബിൽഡിങ്ങിൻ്റെ വിൻഡോസും ആ സ്വിമ്മിംഗ് പൂളിലോട്ടില്ലായിരുന്നു. അങ്ങനെയെല്ലാം നമ്മളെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത് അവർ ബിൽഡ് ചെയ്തേക്കുന്ന പോലെ തോന്നി. അങ്ങനൊരു
ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. ഞങ്ങളൊരു 4 മണിയോടുകൂടിയാണ് എത്തിയത്. അപ്പോൾ റൂമിൽ എത്തിയിട്ട് ഞങ്ങൾ അധിക സമയം നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ചായയൊക്കെ ഒന്ന് കുടിക്കുക, ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ചായ നമുക്ക് കോംപ്ലിമെൻ്ററി ആണ്, ചായയും കോഫിയും ഒരു സ്നാക്സും നമുക്ക് കോംപ്ലിമെൻ്ററി ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് റിലാക്സ് ആയിട്ട് നമ്മൾ നേരെ പിന്നെ കുട്ടികളില്ലേ അവർ സ്വിമ്മിംഗ് പൂളിൽ ചാടി ഇറങ്ങി. അപ്പോൾ അവർക്ക് അതായിരുന്നു മെയിൻ വേണ്ടിയിരുന്നത്. അവർക്ക് ആ സ്വിമ്മിംഗ് പൂളിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മളൊരു 6:30-7 മണി വരെ അതിനകത്ത് കിടന്ന് മറിച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ താമസിച്ച കോട്ടയം തൊട്ടപ്പുറത്തായിരുന്നു, നെക്സ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ സ്പായും അതിൻ്റെ മേളിൽ ടെന്നീസ്, ഇൻഡോർ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്തു. പക്ഷേ ഞങ്ങൾ എന്നിട്ട് പിന്നെ നടക്കാനിറങ്ങി. പക്ഷേ ഒരു രക്ഷയില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ നൈറ്റ് വ്യൂ അടിപൊളിയായിരുന്നു. ആ ലൈറ്റ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പാത്ത് വേ ഉണ്ട്. ആ നടപ്പാതയെക്കൂടെ നമ്മൾ നടക്കുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബാണ്. ഈ ലൈറ്റ്സ് എല്ലാം നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഫോട്ടോസ് ഏത് കോണിൽ നിന്ന് ഫോട്ടോ എടുത്താലും അത് സൂപ്പറായിരിക്കും. അങ്ങനെ ഒരു എൻവയോൺമെൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഫുൾ എനിക്കൊന്നൊരു 4-5 ഏക്കർ ഉണ്ടെന്ന് തോന്നുന്നത്. ഈ നമുക്ക് അതിലെല്ലാം നടക്കാനുള്ളൊരു പാതയും ബ്രിഡ്ജ് ഇതെല്ലാം ഉണ്ട്. നമുക്ക് വെറുതെ റിലാക്സ് ചെയ്ത് നടക്കാൻ തന്നെ നല്ലൊരു സുഖമാണ്. അപ്പം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലെല്ലാം മറിഞ്ഞെല്ലാം കഴിഞ്ഞ് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നടക്കാമെന്ന് വിചാരിച്ചൊന്ന് നടക്കാൻ ഇറങ്ങിയാണ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. നമുക്ക് പുറത്തിരുന്ന് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. ഈ കറുത്ത കളറിൽ കാണുന്നതെല്ലാം വേമ്പനാട്ട് കായലാണ്. അപ്പോൾ ഇത്രയും ഒരു സീ പോലാണ്. എത്ര ദൂരത്താണെന്നറിയോ വെള്ളങ്ങൾ, അക്കരെയൊന്നും കാണാനേ പറ്റില്ല, അതുപോലെയാണ്. ഞാൻ രാവിലെ എൻ്റെ വ്യൂ കാണിച്ചു തരാം, പകലുള്ള വ്യൂ. നമ്മുടെ കോട്ടേജിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ നടന്നെത്തിയപ്പോൾ ഇതെല്ലാം റിവർ വ്യൂ ഉള്ള റൂംസാണ്. ഇത് മേളിലും താഴെയായിട്ട് എനിക്ക് തോന്നുന്നു ഓരോ റൂം പോലെ ആയിരിക്കും. സെപ്പറേറ്റ് ആണ്, ഒരു കോട്ടേജ് പോലെ തന്നെ, പക്ഷേ മേളിലും താഴെയും സെപ്പറേറ്റ് റൂംസാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വ്യൂ ഡയറക്റ്റ്ലി കായലിലോട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഫില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പം. അങ്ങനെ ഞങ്ങൾ ഒരു റൗണ്ട് കറങ്ങി റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നു. ഇതാണ് വേൾഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സിൻ്റെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വശം. ഒരു പഴയ തറവാടിനെ സൂചിപ്പിക്കുന്ന ഒരു ബിൽഡിംഗ്. നല്ല ആംബിയൻസ് ആയിരുന്നു രാത്രിയിൽ. എനിക്ക് ഡേനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട നൈറ്റ് ആംബിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഡിന്നറൊക്കെ റൂമിലേക്ക് വരുത്തിക്കുമായിരുന്നു. നല്ല അടിപൊളി ഫുഡാണ്. അവിടെ ചെല്ലുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട പാൽക്കപ്പയും ചിക്കൻ പെരട്ടും, അത് മസ്റ്റ് ട്രൈ ആണ്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ പോകുന്ന താല്പര്യമുള്ളവർ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. അടുത്ത ദിവസം 24 നവംബറിന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടതാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഞാൻ രാത്രിയിലത്തെ വ്യൂ കാണിച്ചിരുന്നത്. ഇതാണ് പകലത്തെ വ്യൂ, മോർണിംഗ് വ്യൂ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. കണ്ടോ, ഇന്നലെ നമ്മൾ രാത്രി ഇരുട്ടുകായിട്ട് കിടന്നിരുന്ന സ്ഥലമാണ്. അത് കായലാണ്, വേമ്പനാട്ട് കായൽ. ഇതിൻ്റെ അങ്ങേയറ്റം നമുക്ക് കാണത്തേയില്ല, അതുപോലെ പരന്ന് കിടക്കുകയാണ്. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അത് ഫോറിനേഴ്സും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമുക്ക് ബഫേ ആയിരുന്നു, എത്ര വെള്ളം എടുക്കാറുണ്ട്. പിറ്റേ ദിവസം രാവിലെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അമ്മയൊക്കെ വന്നു. അമ്മ ആകെ ഞെട്ടിയിരിക്കുകയാണ്, എന്താ എവിടെയാണെന്ന് ഒരു പിടിയില്ലായിരുന്നു. അങ്ങനെ അമ്മയും എല്ലാവരും കൂടെ വന്നു. ഞങ്ങൾ സർപ്രൈസായിട്ട് അമ്മയുടെ ബ്രദർ എറണാകുളത്ത് അവരെ ഫാമിലിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരെ ആദ്യം കണ്ടതിൻ്റെ
നല്ലൊരു സർപ്രൈസാണ് അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവരെല്ലാം വരുമെന്നും ഇങ്ങനെ പങ്കെടുക്കാൻ ഇതിനായിട്ട് ഇങ്ങനൊരു ഫങ്ഷൻ വെക്കുമെന്നും ഒന്നും അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മ ആകെ ഞെട്ടിച്ചരിച്ച് ഇത് എന്താ സംഭവം എന്നറിയാൻ വയ്യാതെ ഭയങ്കര അമ്മ ഹാപ്പി ആയോ? ശ്രീജന്റെയും മഞ്ജുവിന്റെയും ശ്രീജയുടെ ഒരു അപ്പോൾ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടൊരു ഗെറ്റ് ടുഗദർ, അതാണ് എല്ലാവരും പ്ലാൻ ചെയ്തത്. ഇതാണ് അമ്മയുടെ ബ്രദർ. അപ്പോൾ അമ്മ വളരെ ഹാപ്പി, എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. ഇതാണ് ചേച്ചി, ഹസ്ബൻഡ്, സിസ്റ്റർ. അപ്പോൾ കേക്ക് എല്ലാം ചേച്ചിയായിരുന്നു കേക്കൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ കേക്ക് എല്ലാം കൊണ്ട് ചേച്ചി വന്നു. അങ്ങനെ ആ കേക്ക് കട്ടിങ് സെറിമണി അങ്ങ് നമ്മൾ നടത്തി. അമ്മയുടെ 70th ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് റിസോർട്ടിൻ്റെ വകയായിട്ട് അവരൊരു പൊന്നാട അണിയിച്ചു. ഫ്രണ്ട് ഓഫീസ് മാനേജർ അശ്വതിയാണ് ഇത് അറേഞ്ച് ചെയ്തത്. അത് ഞങ്ങൾക്ക് വളരെ വലിയൊരു സർപ്രൈസ് ആയിപ്പോയി, ഞങ്ങളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ അത്രയും നല്ലൊരു വാം വെൽക്കമാണ് ആ റിസോർട്ട് നമുക്ക് ചെയ്തു തന്നത്. വളരെ സന്തോഷമായിരുന്നു എല്ലാവർക്കും. അത് കഴിഞ്ഞ് ചേച്ചിയുടെയും അളിയൻ്റെയും അറേഞ്ച്മെൻറ്റ്സിൽ നമ്മളൊരു ബോട്ടിങ് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലീസ് മാത്രമായിട്ടുള്ളൊരു കൊച്ചു ബോട്ടിൽ റിലാക്സ് ചെയ്ത് നമുക്ക് കുറേ ദൂരം നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടുവന്നു. ഇത് പക്ഷേ ശരിക്കും നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റിയൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു. വലിയ വെയിലും ഒന്നുമില്ലായിരുന്നു, ഉച്ച സമയമായിരുന്നെങ്കിലും നല്ല വെയിലൊന്നും ഇല്ലായിരുന്നു. ക്ലൈമറ്റൊക്കെ നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്തപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരുമായിരുന്നു. പിന്നെ ചെറിയ പാട്ടും മ്യൂസിക്കും ഒക്കെ ഇട്ട് നമ്മളെന്തോ റിലാക്സ് മോഡിലിരിക്കുമായിരുന്നു. നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ച് ഒരു 1:30-2 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ റിസോർട്ടിൽ തന്നെ വന്നു. റെസ്റ്റോറൻറ്റ് നമ്മൾ ലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ പിരിഞ്ഞു.